വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ താമസ് ആണ്. അപ്പൊ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എക്കണോമിക്സ് എക്സാമിന് ഇനി അധിക ദിവസം ബാക്കിയില്ല, ഒരു 3 ദിവസമൊക്കെ നമ്മുടെ എക്സാമിന് ബാക്കിയുള്ളൂ. എല്ലാവരും അതിൻ്റെയൊക്കെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പൊ മിസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, നിങ്ങളുടെ എക്കണോമിക്സ് എക്സാമിന് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ മോഡലിലുള്ള ഏതൊക്കെ ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് 8 മാർക്കിന് വരാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇതേ മോഡലിലുള്ള ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ എക്കണോമിക്സ് എക്സാമിന് 8 മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. ഇപ്പൊ മാക്രോ എക്കണോമിക്സ് പറയുന്ന സമയത്ത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എസ്സേ ചോദിക്കാൻ ഒരു സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉള്ളത് നമ്മുടെ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. എന്തായാലും എസ്സേ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. ഒന്നുകിൽ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ 3 മെത്തേഡ്സ്, GDP കണ്ടുപിടിക്കാനുള്ള 3 മെത്തേഡ്സ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം വന്നിട്ട് അത് കണ്ടുപിടിക്കാനായിരിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ അകത്ത് രണ്ടും ചോദിക്കുന്നുണ്ട്. ആദ്യം തിയറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട് അല്ലെ. പ്രൊഡക്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം അതിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്, ടോട്ടൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വെച്ചിട്ടാണ് ആ ഒരു മെത്തേഡിൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉണ്ട്. എക്സ്പെൻഡിച്ചർ മെത്തേഡിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം നമുക്ക് പിന്നെ ഇൻകം മെത്തേഡ് ഉണ്ട്. ഇൻകം മെത്തേഡിലും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിന്റെ ഇക്വേഷൻ, GDP is equal to റെന്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്, നമുക്കറിയാം. ആ ഇക്വേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണം. അതിനുശേഷം ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാനായിട്ട് 2 ഫോം മാത്രമേ ഉള്ളൂ എന്നുള്ള അസംഷനിലാണ് GVA തന്നിട്ടുണ്ട്. GDP കണ്ടുപിടിക്കാനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഓരോ ഫോമിന്റെയും GVA കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഇവിടെ നമ്മൾ ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. സെയിൽ പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് മൈനസ് റോ മെറ്റീരിയൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GVA കിട്ടും. അങ്ങനെ 2 ഫോമിന്റെയും GVA കണ്ടുപിടിച്ചിട്ട് ടോട്ടൽ GVA നമുക്കറിയാം അതാണ് GDP എന്നുള്ളത്. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് GDP കിട്ടും. അപ്പൊ എല്ലാ മെത്തേഡിലും എങ്ങനെയാണ് GDP കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. നമുക്ക് 8 മാർക്കിന് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പിന്നെ അടുത്തത് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചാപ്റ്റർ. എല്ലാ വർഷവും എസ്സേ ചോദ്യം ഒരെണ്ണം വരുന്നത് നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് ആയിരിക്കും. ആ ചോദ്യം മറ്റൊന്നുമല്ല, നമ്മുടെ മോണിറ്ററി പോളിസിയാണ് ചോദിക്കാറുള്ളത്. എങ്ങനെയാണ് നമ്മുടെ RBI എക്കണോമിയിലുള്ള ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ എസ്സേ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ എഴുതണം 8 മാർക്ക് ആകുന്ന സമയത്ത്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് ഈ 3 എണ്ണമാണ് നമുക്കറിയാം. ലീഗൽ റിസർവ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് CRR-ഉം SLR-ഉം ആണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ RBI എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് സെല് ചെയ്യും ബൈ ഒക്കെ ചെയ്യാറുണ്ട്. റിപ്പോ റേറ്റും അതുപോലെ തന്നെയുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് RBI എത്ര റേറ്റിലാണ് നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. ഇതെന്തായാലും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതിനുശേഷം ഇത് ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും എങ്ങനെയാണ് ഇഫക്ട് ചെയ്യുന്നത് എന്നുകൂടി പറയാനുണ്ട്. ഇപ്പൊ LRR ആണെങ്കിൽ നമുക്കറിയാം ഇൻഫ്ലേഷന്റെ സമയത്ത് ഇൻക്രീസ് ചെയ്ത് കൊടുക്കും, ഡീഫ്ലേഷന്റെ സമയത്ത് ഡിക്രീസ് ചെയ്ത് കൊടുക്കും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലാണെങ്കിൽ RBI നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലേഷന്റെ സമയത്ത് സെല്ലായിരിക്കും ചെയ്യുക, ഡീഫ്ലേഷന്റെ സമയത്ത് ബൈ ആയിരിക്കും ചെയ്യുക. അതുപോലെ തന്നെ റിപ്പോ റേറ്റും ഈ LRR പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻഫ്ലേഷന്റെ സമയത്ത് ഇൻക്രീസ് ചെയ്യും, ഡീഫ്ലേഷന്റെ സമയത്ത് ഡിക്രീസ് ചെയ്യും. ഇൻഫ്ലേഷന്റെ സമയത്ത് നമുക്കറിയാം എക്കണോമിയിൽ മണി ഫ്ലോ കൂടുതലാണ്, അപ്പൊ ഇത് കുറയ്ക്കാനാണ് RBI നോക്കുക. ഡീഫ്ലേഷന്റെ സമയത്ത് എക്കണോമിയിൽ മണി ഫ്ലോ കുറവാണ്, അപ്പൊ അത് കൂട്ടാനായിരിക്കും RBI നോക്കുക. അപ്പൊ ആ രീതിയിൽ തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതാനുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്തായാലും ഒന്ന് നോക്കി വെക്കണം. ദെൻ അടുത്തത് ക്വാളിറ്റേറ്റീവ് ടൂൾസ് കൂടി ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് മാത്രമല്ല, ക്വാളിറ്റേറ്റീവ് ടൂൾസ് കൂടി ഉണ്ട്. ഇത് ചോദിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് മെൻഷൻ ചെയ്താൽ മതിയാവും. 3 ടൂൾസ് ആണ് നമുക്കുള്ളത്: മാർജിൻ റിക്വയർമെന്റും, മോറൽ സുവേഷനും, സെലക്ടീവ് ക്രെഡിറ്റ് കൺട്രോളും. അപ്പൊ അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് നോക്കുക. ദെൻ അടുത്തത് പീപ്പിൾ ഡിസൈർ ടു ഹോൾഡ് മണി ബാലൻസ് മെയിൻലി ഫോർ 2 മോട്ടീവ്സ്. സാധാരണ ഈ ഒരു ചോദ്യം വളരെ റെയർ ആയിട്ടാണ് 8 മാർക്കിന് കണ്ടിട്ടുള്ളത്, എന്നാലും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് എന്തായാലും 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ മോട്ടീവ്സ് എന്തൊക്കെയാണ്, മണി ബാലൻസ് ഹോൾഡ് ചെയ്യാൻ നമ്മൾ വെക്കുന്ന മോട്ടീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. മെയിൻലി 3 മോട്ടീവ് ആണുള്ളത്. ഒന്ന് ട്രാൻസാക്ഷൻ മോട്ടീവ് ആണ്, പിന്നെ അതുപോലെ തന്നെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് ഉണ്ട്, ദെൻ പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രിക്കോഷണറി മോട്ടീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 മോട്ടീവും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. ഈ സ്പെക്യുലേറ്റീവിലൊക്കെ നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് ഒക്കെ മെൻഷൻ ചെയ്യുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് 8 മാർക്കിന്റെ സംഗതിയാവും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോക്കി വെക്കാം. ദെൻ അടുത്തത് നമ്മുടെ 2 സെക്ടർ എക്കണോമി. ഇത് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചോദ്യമാണ്. 5 മാർക്കിനും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്, 8 മാർക്കിനും ഒരു തവണ കണ്ടിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇവിടെ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൾട്ടിപ്ലയർ, അതാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയറിനെ കുറിച്ചാണ് അവിടെ ചോദിക്കുന്നത്. 1/MPS ആണ്, അതായത് 1/1 - C ചെയ്താലും നമുക്ക് കിട്ടും. ഇതില് MPC എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലെ, ഇവിടെയുള്ള C ആണ്.
ദെൻ അത് കണ്ടുപിടിക്കുക. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡും അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഇൻകവും കണ്ടുപിടിക്കാനായിട്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് നമുക്കറിയാം എ ബാർ പ്ലസ് സി വൈ ആണെന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. എ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ബാർ പ്ലസ് ഐ ബാർ ആണ്. അതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്. ദെൻ വൈ സ്റ്റാർ കണ്ടുപിടിക്കാൻ സി ബാർ പ്ലസ് ഐ ബാർ ബൈ 1 മൈനസ് സി എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മിസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാവരും ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇത്രയും കിട്ടും. പിന്നെ ഇതിൽ വേറെ കാര്യം കൂടി ചോദിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഒരു 60 കൂടുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇക്വിലിബ്രിയം എങ്ങനെയാണ്? ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് 150 ആണ്, അത് 60 കൂടി എന്ന് പറഞ്ഞ ഒരു 60 കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. 60 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് 210 ആവും. ബാക്കിയെല്ലാം സെയിം തന്നെ, അങ്ങനെ വെച്ച് ചെയ്യാം. അപ്പൊ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഇതിന്റെ ഡയഗ്രാം, ഇക്വിലിബ്രിയം 2 സെക്ടർ എക്കണോമിയിൽ ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്ന ഡയഗ്രാം കൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൂടി നമുക്ക് 8 മാർക്കിന് ചോദിക്കാം. ഇതിൽ വരുന്ന ഷിഫ്റ്റും സ്വിങ്ങും ഒക്കെ ചോദിക്കാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതെന്തായാലും എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഒന്ന് നോക്കി വെക്കാം. ദെൻ അടുത്ത നമ്മുടെ ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദി എക്കണോമി എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്കിന് വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ 5 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ മെഷേഴ്സ് ഓഫ് ഡെഫിസിറ്റ് കണ്ടുപിടിക്കാനും അതിന്റെ ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആദ്യം ഇക്വേഷൻ പറയാൻ പറയുന്നുണ്ട്, പിന്നെ അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിച്ച ആൻസർ ഇവിടെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് കണ്ടുപിടിക്കാൻ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നിന്ന് റവന്യൂ റെസിപ്റ്റ് മൈനസ് ചെയ്താൽ മതി. പിന്നെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടിയതായിരിക്കും. പിന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത് ടോട്ടൽ റെസിപ്റ്റ് അല്ല, അതിൽ റവന്യൂ റെസിപ്റ്റിന്റെ കൂടെ എന്ത് മാത്രം? നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ് മാത്രം. അതെല്ലാം ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതാ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നോൺ ഡെപ്റ്റ് ക്രിയേറ്റിംഗ് ക്യാപിറ്റൽ റെസിപ്റ്റ് ഒക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി, അങ്ങനെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ ആ കിട്ടിയ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ഇൻട്രസ്റ്റ് പേയ്മെന്റ് മൈനസ് ചെയ്താൽ മതി. അതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് നോക്കണം കേട്ടോ. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഡെഫിസിറ്റ് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം ടാക്സ് കളക്ഷൻ കൂടുതൽ ഇഫക്റ്റീവ് ആക്കിക്കൊണ്ടും വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുള്ളത്? ഡെഫിസിറ്റ് റിഡ്യൂസ് ചെയ്യാറുള്ളത്. അതും നമ്മൾ ആ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോക്കണം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എസ്സേ വരാറില്ല. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നിന്ന് എന്തായാലും ഒരു എസ്സേ ഉണ്ടാവും, കാരണം അത്രയും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഒപ്റ്റിമൽ ചോയ്സ് ഓഫ് ദി കൺസ്യൂമർ. ഈ ഒരു സാധനം നമ്മുടെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമുക്ക് 5 മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. സോ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് 3 നമുക്കറിയാം. ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. ഹയർ ഐസി ആണ് ഹയർ സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. 2 ഇൻഡിഫറൻസ് കർവുകൾ ഒരിക്കലും തമ്മിൽ കൂട്ടുമുട്ടുന്നില്ല. അതൊക്കെ നോക്കി വെക്കുക. പിന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം എന്തായാലും വരയ്ക്കാനായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ചാപ്റ്ററിൽ നിന്ന് ബഡ്ജറ്റ് ലൈനിൽ നിന്ന് ഒരുപാട് എസ്സേ ചോദ്യങ്ങൾ എല്ലാ വർഷവും കാണുന്നുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ബഡ്ജറ്റ് ലൈന് വേണ്ട എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നമുക്കറിയാം P1x1 പ്ലസ് P2x2 ഈക്വൽ ടു M എന്നുള്ളതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ നമുക്ക് M 200 ആണ്, മാർക്കറ്റ് പ്രൈസ് 10 ഉം 5 ഉം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 200 എന്ന് എഴുതാം. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആയി. പിന്നെ അടുത്തത് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. സ്ലോപ്പ് നമുക്കറിയാം -P1 ബൈ P2 ആണ്. P1 10 ഉം P2 5 ഉം ആണെങ്കിൽ -2 ആയിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തത് ഫൈൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. M ബൈ P1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടും എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ M ബൈ P2 ചെയ്താൽ നമുക്ക് കിട്ടും. 200 ആണ് M, P2 5 ആണ്. സോ അത് 40 കിട്ടും. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ കൂടി വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എക്സ് ആക്സിസിലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വൈ ആക്സിസിലും കൊടുത്തിട്ട് ആ 2 ലൈനും കൂടെ ജോയിൻ ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ആയി. പിന്നെ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആ ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആ ബഡ്ജറ്റ് ലൈൻ്റെ മുകളിൽ എഴുതി വെക്കണം. 10x1 പ്ലസ് 5x2 ഈക്വൽ ടു 200 എന്നുള്ളത്. ചിലപ്പോഴൊക്കെ ബഡ്ജറ്റ് ലൈനിലുള്ള ചേഞ്ചസ് കൂടി വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്, എന്നാലും നമുക്ക് സിമ്പിൾ ആണ്. ഓക്കെ, ദെൻ അടുത്തത് നമുക്കിതാ ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിന് സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 1-2 തവണ ഇത് 8 മാർക്കിനും കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ നിന്നും ഇത്രയും കോസ്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മിസ് ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TFCയും TVCയും കൂടെ ആഡ് ചെയ്തതാണ് നമുക്കറിയാം. ദെൻ AFC എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്?
TFC by Q ചെയ്താൽ മതി. ദെൻ AVCO അതുപോലെ തന്നെ TVC by Q ചെയ്താൽ മതി. SACO TC by Q ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ദെൻ SMC എന്ന് പറഞ്ഞാൽ TCN മൈനസ് TCN മൈനസ് 1. അതായത് ഒരു TCയിൽ നിന്ന് തൊട്ട് മുന്നേ ഉള്ള TC മൈനസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതൊന്നും നോക്കി വെക്കാം. ദെൻ അടുത്തത് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെ, ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചോദിക്കുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ മാത്രമാണ്. മെയിൻ ക്വസ്റ്റ്യൻ ഇതാ നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷന്റെ കണ്ടീഷൻസ് ആണ്. ഫീച്ചേഴ്സ് നമുക്കറിയാം എഴുതാനായിട്ട്. ഇത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിനും ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യമായിരിക്കും. ഫീച്ചേഴ്സ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഹോമോജീനിയസ് പ്രോഡക്ട്സ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. 3 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ P = MC ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെ. P = MC ആയിരിക്കണം. ദെൻ അടുത്തത് MC നോൺ ഡിക്രീസിംഗും ആയിരിക്കണം. അതുപോലെ തന്നെ MC ആണ് കട്ട് ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ടായിരിക്കണം, ഫ്രം ബിലോ. ദെൻ മൂന്നാമത്തെ കണ്ടീഷൻ ഷോർട്ട് റണ്ണിൽ വേറെയും ലോങ് റണ്ണിൽ വേറെയുമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഷോർട്ട് റണ്ണിൽ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC, ലോങ് റണ്ണിൽ പ്രൈസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC. ഈ 3 കണ്ടീഷൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ദെൻ അടുത്തത് നമ്മുടെ 5ാമത്തെ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്കിനും കാണാറുണ്ട്, 8 മാർക്കിനും കാണാറുണ്ട്. പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും വിത്ത് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. പ്രൈസ് സീലിംഗ് നമുക്കറിയാം കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന അപ്പർ ലിമിറ്റ് ആണ്. പ്രൈസ് ഫ്ലോർ നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ലോവർ ലിമിറ്റ് ആണ്. അതെന്താണെന്നുള്ളത് എക്സ്പ്ലനേഷൻ പഠിക്കണം. അതിന്റെ ഡയഗ്രാം, പ്രൈസ് സീലിംഗിന്റെ ഡയഗ്രാം ഇക്വിലിബ്രിയം ഡയഗ്രത്തിന്റെ അടിയിലായിരിക്കും, ഇക്വിലിബ്രിയം പ്രൈസിന്റെ അടിയിലായിരിക്കും. പ്രൈസ് ഫ്ലോർ ആണെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസിന്റെ മുകളിലായിരിക്കും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇതുപോലെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ essay ഭാഗത്ത്, ലോങ് essay ഭാഗത്ത് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.